ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ എത്ര ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. വിജയം മനുഷ്യശക്തിയിൽ നിന്നല്ല വരുന്നത്, ദൈവത്തിൽ നിന്നാണ്. സാഹചര്യങ്ങൾ അതിശക്തമായിരിക്കാം, നമ്മുടെ സ്വന്തം ശക്തി പരിമിതമായിരിക്കും. എന്നാൽ ദൈവം ഇപ്പോഴും വിജയത്തിൻ്റെ ഉറവിടമാണെന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു. നമ്മുടെ സ്വന്തം യുക്തിയോ ശക്തിയോ പദ്ധതികളോ ഉപയോഗിച്ച് കാര്യങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എന്നാൽ യഥാർത്ഥ വിജയം മുകളിൽ നിന്നാണ് വരേണ്ടത്. സാഹചര്യം പരാജയപ്പെട്ടതായി കാണുമ്പോഴും ദൈവം നമുക്ക് വിജയം നൽകുന്നു. ദൈവം വിജയം നൽകുന്നുവെന്ന് നാം അറിയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, സമാധാനത്തോടെ നിലനിൽക്കാം, ഭയമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയണം. പ്രിയ സ്നേഹിതരെ, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്, വിജയം ദൈവമാണ് നൽകുന്നത്. നമ്മുടെ ശത്രു പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലാണ്. അതുകൊണ്ട് അവനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ നാളുകളിൽ ഒരു ദൈവത്തിൻ്റെ ആത്മവിശ്വാസം ഇതായിരിക്കണം: ദൈവം നമുക്ക് വേണ്ടി പോരാടും, അവൻ നമ്മുടെ മുൻപാകെ നടന്ന് നമ്മെ വഴി നടത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സംരക്ഷണവും കാവലും ദിനംപ്രതി തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.